ഹലോ, നമസ്കാരം. ആൻറ്റിക് സ്റ്റോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു യാത്ര കേട്ടോ, പെട്ടെന്നെടുത്ത തീരുമാനമാണ്. ഓക്കെ, വെല്ലൂരിക്കൊരു യാത്ര ചെയ്യാമെന്ന ചെറിയൊരു പ്ലാനിലുണ്ട്. ഇത് കാണേണ്ട പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. വെല്ലൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ അകലെയായിട്ട് തിരുമലൈക്കൊടി ഈ ഗ്രാമത്തിൻ്റെ മലനിരകളുടെ ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്ന ശ്രീപുരത്തെ സുവർണക്ഷേത്രം. ഓക്കെ, തീർച്ചയായിട്ടും കാണേണ്ട ഒരു ക്ഷേത്രം കേട്ടോ. നമുക്ക് അറിയാവുന്ന പഞ്ചാബിലെ അമൃത്സർ സുവർണ ക്ഷേത്രമില്ലേ, അതേപോലത്തെ ഒരു ക്ഷേത്രം കേട്ടോ ഇത്. നമുക്ക് അകത്ത് ഷൂട്ട് ചെയ്യാനുള്ളൊരു അവസരമില്ല കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഈ കൗണ്ടറിൽ നമ്മുടെ ബാഗും അല്ലാതെ റൈറ്റും അതേപോലെ മൊബൈലെല്ലാം ഇവിടെ ഏൽപ്പിച്ചിട്ടാട്ടോ അകത്ത് പോകുന്നത്. ഈ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കണമെങ്കിൽ എൻട്രി ഫീ ഉണ്ട് കേട്ടോ. ടിക്കറ്റ് എടുക്കണം. 150 അതുപോലെ 300 കേട്ടോ. 2 കാറ്റഗറിയാണ് അതിനകത്തുള്ളത്. ക്യാമറ പെർമിറ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അകത്തുള്ള ദൃശ്യങ്ങളൊന്നും പകർത്താൻ സാധിച്ചില്ല കേട്ടോ. ക്ഷേത്രത്തിനകത്ത് നല്ലോണം നടക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ നല്ലോണം വിശന്നു കേട്ടോ. ഇന്നൊന്നും നോക്കിയില്ല. വെല്ലൂരിലൊരു ഫേമസ് റെസ്റ്റോറൻറ്റിനകത്ത് കയറി. നോർത്ത് ഇന്ത്യയിലെ ദർബാർ മോഡലുള്ള റെസ്റ്റോറൻ്റ് കേട്ടോ. ഞാൻ യാത്രയ്ക്ക് ആശ്രയിച്ചത് ഓട്ടോനെയാണ് കേട്ടോ. ഓക്കെ, 1500 രൂപ. 3 സ്ഥലം വിസിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഒന്ന് ഗോൾഡൻ ടെമ്പിളും അതേപോലെ ഫോർട്ട് ഉണ്ട് അവിടെ, പിന്നെ ഒരു ക്ഷേത്രം കേട്ടോ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാട്ടോ ഈ ഒരു കോട്ടയും അതേപോലെ ക്ഷേത്രവും നിലനിൽക്കുന്നത്. വെല്ലൂർ കോട്ട നല്ല ഫേമസ് ആയൊരു ഫോട്ടോ കേട്ടോ. കണ്ടോ, കൊളോണിയൽ സ്ട്രക്ചർ ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ വലതുവശത്തായിട്ട്. ഓക്കെ, അത് കൊളോണിയൽ ആർക്കിടെക്ചറാണ്. അപ്പോൾ ഈ ഒരു ഫോർട്ട് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ്. വലിയ കൂറ്റും കരിങ്കല്ല് കൊണ്ടാട്ടോ ഈ ഒരു കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ കോട്ടയ്ക്ക് പോകുന്നതിനടുത്ത് തന്നെയാണ്, ഇതിനകത്ത് തന്നെയാണ് കേട്ടോ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമുണ്ട്. ചിലകണ്ഠേശ്വര ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര്. ആർക്കിടെക്ചർ കൊണ്ടും ആർട്ട് കൊണ്ടും വളരെ മനോഹരമാണ് ഇവിടുത്തെ ക്ഷേത്രം കേട്ടോ. ഒരു ചാരിയറ്റാണ്, ഗോൾഡൻ ചാരിയറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിൻ്റെ മെയിൻ ഗോപുരം കേട്ടോ, ഫസ്റ്റ് ഗോപുരമാണ് നിങ്ങൾ ഈ കാണുന്നത്. വെല്ലൂർ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്ര തമിഴ്നാട് ബോർഡറിലാട്ടോ. ചിറ്റൂരൊക്കെ ഇതിന് തൊട്ടടുത്താണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു അമ്പലത്തിൻ്റെ ആർക്കിടെക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വിജയനഗര ആർക്കിടെക്ചർ സ്റ്റൈലിലാട്ടോ ഈ അമ്പലം പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതിമനോഹരമായ കൊത്തുപണികളും അതേപോലെ തന്നെ സമൃദ്ധമായി കൊത്തിയെടുത്ത കൽത്തൂണുകളും വലിയ മരവാതിലുകളും അതിശയിപ്പിക്കുന്ന ഒരു മൊണോലിത്തിക് ആർക്കിടെക്ചർ ശില്പങ്ങളും എല്ലാം തന്നെ ഇവിടെയുണ്ട്. ഈ ഗോപുരത്തിന് ഏകദേശം 100 അടിയിലധികം ഉയരമുണ്ട് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ അകത്ത് പിന്നെ മണ്ഡപമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡ്രാഗണുകളുടെയും കുതിരൻ്റെയും വ്യാളിയുടെയും എല്ലാ ചിത്രങ്ങളും കൊത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കൽത്തൂണുകളെല്ലാം തന്നെ. ഈ അമ്പലത്തിനകത്ത് ഒരു കുളമുണ്ട് കേട്ടോ. അത് ഏറ്റവും പഴക്കം ചെന്ന കുളമാണ്. ഈ അമ്പലം നിർമ്മിച്ച സമയത്ത് ഉണ്ടാക്കിയ കുളമാണ്. അതിൽ നിന്നുള്ള വെള്ളമാണ് കേട്ടോ ഇവിടുത്തെ ദേവനെ കുളിപ്പിക്കാൻ എടുക്കുന്നത്. ഓക്കെ, എന്നാണ് ഇവിടെ പല രേഖകളിലും സൂചിപ്പിക്കുന്നത്. പിന്നൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഒരു ജലസംഭരണിയുടെ നടുഭാഗത്തായിട്ടാണ്, മധ്യത്തിലായിട്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് ചുറ്റും വെള്ളമുണ്ട് കേട്ടോ. ഈ ജലസംഭരണിയുടെ ചുറ്റളവ് ഏകദേശം 8000 അടിയാണ്. ഓക്കെ, ക്ഷേത്രത്തിനുള്ളിൽ പല മണ്ഡപങ്ങളുണ്ട്. കല്യാണ മണ്ഡപമുണ്ട്,
അതേപോലെ ഒരു കാളയുടെയും ആനയുടെയും രണ്ട് മുഖങ്ങളുള്ള ഒരു ശില്പമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം. നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും, വലിയ വലിയ ബൗൾഡർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് 3 ചാരിയറ്റ് കേട്ടോ. നമ്മൾ പുറത്ത് ഒരു ഗോൾഡൻ ചാരിയറ്റ് കണ്ടില്ലേ, അതേപോലത്തെ ചാരിയറ്റാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ പുരാതനമായിട്ടുള്ള പഴക്കമേറിയ ആ ഒരു കുളം എന്ന് പറയുന്നത്. ഈ ഒരു ക്ഷേത്രം സംരക്ഷിക്കുന്നതിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് പ്രധാന ഒരു പങ്കുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് പ്രസാദ ഊട്ട് കണ്ടു. അത് അവിടുത്തെ പ്രസാദ ഊട്ട നിവേദ്യമാണ്. ഞാനത് മേടിച്ച് കഴിച്ചു കേട്ടോ. അധികം സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വേഗം ക്ഷേത്രം സന്ദർശിച്ച് ഇറങ്ങാനുള്ള ശ്രമമായി കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ. ഇത്രയും പഴക്കം ചെന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു നിർമ്മിതി ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി കേട്ടോ. അത് മാത്രമല്ല, അതിലൊരുപാട് കൊത്തുപണികളുണ്ട്. വരുന്ന വഴിക്ക് ഒരു കുതിര സവാരി കണ്ടു കേട്ടോ. കുറേ പേര് അതിൻ്റെ ചുറ്റിലും നിൽക്കുന്നുണ്ട്. ഓക്കെ, 150 രൂപയാണ് ഒരു റൗണ്ട് പോവാൻ. ഇവിടെ തന്നെ കേട്ടോ വലിയൊരു കോട്ടയുള്ളത്. 15-ാം നൂറ്റാണ്ടിൽ ചന്നബൊമ്മി നായികയുടെയും അതേപോലെ തിമ്മറെഡ്ഡി നായികയുടെയും കാലത്ത് നിർമ്മിച്ചതായി പറയപ്പെടുന്നതാണ് കേട്ടോ ഈ ഒരു വെല്ലൂർ കോട്ട. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും സൈനിക വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ ഒരു ഫോർട്ട്. വെല്ലൂർ കോട്ട നിർമ്മിച്ചത് ഈ 2 പേരും ചേർന്നാണ്. അക്കാലത്തെ വിജയനഗര ഭരണാധികാരിയായിരുന്ന സദാശിവരായൻ്റെ കീഴിലുള്ള പ്രധാനികളായിരുന്നു ഈ 2 വ്യക്തികളും കേട്ടോ. ഇത് ഏറ്റവും വലിയ കോട്ടകളിലൊന്നാട്ടോ. ഇത് ഏകദേശം 220 മീറ്റർ ഉയരമുണ്ട് ഈ കോട്ടയ്ക്ക്. അതേപോലെ തന്നെ 500 മീറ്ററിലധികം വിസ്തൃതിയുണ്ട് കേട്ടോ. ഈ രീതിയിലാണ് ഈ കോട്ട വ്യാപിച്ചു കിടക്കുന്നത്. വെല്ലൂർ നഗരത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഈ കോട്ടയുടെ പ്രവേശന കവാടം തന്നെ വലിയൊരു കൂറ്റൻ കിടങ്ങും കൂടിയുണ്ട്. മോട്ടെന്ന് പറയും. ഓക്കെ, അതായത് ഒരു കോട്ടയ്ക്ക് ചുറ്റും ജലം സംഭരിക്കുന്ന ഒരു ചാനലാണ് നമ്മൾ മോട്ടെന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് കണ്ടോ, ഈ ഒരു ക്ഷേത്രം കണ്ടോ, ഈ ഒരു കോട്ടയ്ക്കകത്തായിട്ട് തന്നെയാണ് ഉള്ളത്. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു കിളിജ്യോതിഷ്യം കണ്ടു. ഞങ്ങൾ നോക്കിയൊന്നുമില്ല. ഇവിടെ തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾ കാണാനുള്ള ഒരു അവസരം കിട്ടിയില്ല. ഓൾറെഡി സമയം കഴിഞ്ഞതുകൊണ്ട് ആ മ്യൂസിയം ക്ലോസ് ചെയ്തു. അതുകൊണ്ട് അത് കാണാൻ കഴിഞ്ഞില്ല കേട്ടോ. അങ്ങനെ സമയം ഒരുപാടായതുകൊണ്ട് ഞങ്ങൾ കോട്ട കണ്ടു കഴിഞ്ഞ് മടങ്ങി കേട്ടോ ഓട്ടോയിൽ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വിശേഷവുമായിട്ട് ഉടൻ തന്നെ ഞാൻ വരും. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.